നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് ജയറാമും പാർവതിയും. ഒരുമിച്ച് സിനിമയിൽ നായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകളിൽ രഹസ്യമായി പ്രണയിച്ചു നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1988 പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത്. ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് 2 മക്കൾക്ക് കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയാണ്. മലയാള സിനിമയ്ക്ക് ജയറാം എന്ന മഹാനടനെ സമ്മാനിച്ചത് പത്മരാജനായിരുന്നു. മിമിക്രി രംഗത്ത് തിളങ്ങിയ ജയറാമിനെ സിനിമയിലേക്ക് കൈപിടിച്ചു കയറ്റുക എന്ന നിയോഗം പത്മരാജന് വേണ്ടി കാലം കാത്തുവെച്ചതായിരുന്നു. 1988 പത്മരാജന്റെ അപരൻ എന്ന ചിത്രത്തിലൂടെ ജയറാം നായകനായി അരങ്ങേറ്റം കുറിച്ചു. അനായാസമായി ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ജയറാം വളരെ പെട്ടെന്ന് തന്നെ കുടുംബ സദസ്സുകളുടെ പ്രിയ നായകനായി മാറി. ഇപ്പോഴിതാ തന്നെ സംബന്ധിച്ച് സിനിമയിലേക്കുള്ള തുടക്കം വളരെ എളുപ്പമായിരുന്നു എന്നും ഒരാളോടും അവസരം ചോദിച്ച് നടക്കേണ്ടി വന്നിട്ടില്ല എന്നും പറയുകയാണ് ജയറാം. എന്റെ ഒരു മിമിക്രി ഷോ കണ്ടിട്ടാണ് പത്മരാജൻ സാർ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യ ചിത്രം തന്നെ മികച്ച വിജയം നേടി നല്ലൊരു ടേക്ക് ഓഫ് കിട്ടി. അപരന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യൻ അന്തിക്കാട്, കമൽ, രാജസേനൻ, ലോഹിതദാസ് എന്നിങ്ങനെ മലയാളത്തിലെ എല്ലാ പ്രഗത്ഭ സംവിധായകർക്കുമൊപ്പം സിനിമകൾ ചെയ്യാൻ സാധിച്ചു. എന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഉയർച്ച വരും, പിന്നീട് കുത്തനെ താഴോട്ട്, അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വീണ്ടും മേലോട്ട് എന്ന രീതിയിലാണ്. കരിയറിൽ ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത് 2001 മുതൽ ഇങ്ങോട്ട് 5 വർഷങ്ങളാണ്. തുടർച്ചയായ വിജയങ്ങൾക്ക് സംഭവിക്കുമ്പോൾ ആരും നമ്മളെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ പരാജയപ്പെട്ടാൽ ചെയ്യുന്നതും പറയുന്നതും പാടുന്നതും എല്ലാം തെറ്റായിരിക്കും. ആ ഒരു 5 വർഷക്കാലം എന്നെ എല്ലാവരും കൈവിട്ടു. സിനിമകൾ കുറഞ്ഞു. ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം ഉള്ള സമയം. എനിക്ക് മുഴുവൻ പിന്തുണയും തന്നത് എൻ്റെ കുടുംബമാണ്. എൻ്റെ അച്ഛന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എൻ്റെ അമ്മയാണ് എന്ന് കാളിദാസ് അഭിമാനത്തോടെ പറയുന്നു. ആ ഒരു നിലയിൽ എൻ്റെ എല്ലാ അവസ്ഥകളെയും പാർവതി മാനേജ് ചെയ്തു. അച്ഛന് പറ്റും എന്ന് പറഞ്ഞ് എപ്പോഴും പോസിറ്റീവ് എനർജി നൽകി മകളും കൂടെ തന്നെയുണ്ട്. അത്രയും വലിയ മെന്റൽ സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. വീട്ടിൽ ആ മനസ്സമാധാനം ഇല്ല എങ്കിൽ തീർന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും 90% എന്നല്ല 100% തന്നെ ഭാര്യയോട് പറയും. ലൊക്കേഷനിലെ വിശേഷങ്ങളായിക്കോട്ടെ, ആരെങ്കിലും കണ്ടുമുട്ടിയതായിക്കോട്ടെ, എല്ലാം പറയും എന്ന് ജയറാം പറഞ്ഞിരുന്നു. ഒരു ദിവസം അമ്മയെ 20 തവണയിലേറെ വിളിക്കുമെന്നാണ് കാളിദാസ് ജയറാം പറഞ്ഞത്. അതേസമയം സിനിമാ ജീവിതത്തിലെ പരാജയത്തിന്റെ നാളുകളെയും അഭിനയത്തിൽ ഇടവേള വന്നതിനെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ ജയറാം തുറന്നു പറഞ്ഞിരുന്നു. ഉയർച്ച താഴ്ചകളുള്ള കരിയർ ഗ്രാഫാണ് തന്റേതെന്ന് ജയറാം പറഞ്ഞു. 2-3 ചിത്രങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 2-3 ചിത്രങ്ങൾ പരാജയപ്പെടും. വീണ്ടും കഷ്ടപ്പെട്ട് വിജയത്തിലെത്തും. കഴിഞ്ഞ 38 വർഷമായി ഇങ്ങനെ തന്നെയാണ് കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത്. പല മുൻനിര അഭിനേതാക്കളും കഷ്ടപ്പെട്ട് തന്നെയാണ് ഉന്നതിയിൽ എത്തിയിട്ടുള്ളതെന്നും ജയറാം പറഞ്ഞു. തന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പത്മരാജൻ എന്ന അന്നത്തെ വലിയ സംവിധായകൻ നായകനായി നേരെ സിനിമയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഗൾഫിൽ അവതരിപ്പിച്ച ഒരു മിമിക്രിയുടെ കാസറ്റ് അദ്ദേഹം കണ്ടതാണ് വഴിത്തിരിവായത്. അപരൻ ഹിറ്റായതോടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കുടുംബചിത്രങ്ങൾ ചെയ്യുന്ന സത്യൻ അന്തിക്കാട്, രാജസേനൻ, സിബി മലയിൽ, IV ശശി തുടങ്ങി എല്ലാ വലിയ സംവിധായകർക്കൊപ്പവും തുടർച്ചയായി സിനിമകൾ ചെയ്തു. 20 വർഷത്തോളം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ വലിയ പാഠങ്ങൾ നൽകിയ ഒരു സാഹചര്യം കരിയറിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അവഗണിച്ച ഘട്ടം ഉണ്ടായിരുന്നുവെന്നും ജയറാം പറഞ്ഞു. പ്രശസ്തിയിലേക്കുള്ള യാത്ര അവിശ്വസനീയമായിരുന്നു. സത്യൻ അന്തിക്കാട് എന്ന ഇന്നും മുൻനിരയിലുള്ള സംവിധായകന്റെ 15 ചിത്രങ്ങളിൽ നായകനായി. മികച്ച മുതിർന്ന സംവിധായകർക്കൊപ്പവും 10-12 പടങ്ങൾ ചെയ്തു. ആ യാത്ര പെട്ടെന്ന് ഒരിടത്തെത്തിയപ്പോൾ തിരിച്ചടി വരികയും വീഴുകയും ചെയ്തു. അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് വരാൻ അത്രയേറെ കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അവസരത്തിൽ ഒരുപാട് പേർ കൈവിട്ടു. ആ സമയത്ത് നമ്മൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് വരും. വിജയമുള്ളപ്പോൾ എല്ലാവരും നല്ലത് പറയും. കരിയറിൽ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം തെറ്റായി വരും. അതായിരുന്നു എൻ്റെ പഠനകാലമെന്നും ജയറാം പറഞ്ഞു. പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ആശകളായിരമാണ് ജയറാമിൻ്റെതായി വരാനിരിക്കുന്ന ചിത്രം. കാളിദാസ് ജയറാമും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായുണ്ട്. ജൂഡ് ആന്റണി ജോസഫാണ് ആശകളായിരത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണി ജോസഫും ചേർന്നാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 6-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ, കൃഷ്ണമൂർത്തി എന്നിവരാണ് നിർമ്മാണം. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.